ഇന്ന് ബേൽ കഴിക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ കുറച്ച് ബേലൊക്കെ ഒന്ന് തയ്യാറാക്കി. കുട്ടികൾക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ്. 4 മണിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റും. അവരെന്താണെന്നില്ലെങ്കിൽ പാക്കറ്റിൻ്റെ സാധനങ്ങളൊക്കെ കഴിക്കുമല്ലോ, കുറുക്കുറേ അതുപോലെ ലേസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുമല്ലോ. അന്നേരം അതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം, നമുക്ക് കഴിക്കാമെന്ന് കണ്ടിട്ട് ഞാൻ അങ്ങനെ തയ്യാറാക്കിയാണ്. ആദ്യം ഇത് അരി വറുത്തത് എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ മുറുമുറയെന്ന് പറയും, കുറുമുറയെന്നൊക്കെ മുംബൈയിൽ പറയും. അതെടുത്തു. പിന്നെ ഉള്ളി അരിഞ്ഞു, പച്ചമുളക് എരിവിനനുസരിച്ച്, പിന്നെ തക്കാളിക്കായും ഇതുപോലെ ചെറുതരിഞ്ഞ് ഉപ്പൊക്കെ ചേർത്ത് ഇത് ബാക്കി ചേരുവകളോട് നമുക്കിഷ്ടമുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. മാങ്ങ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമുക്കിഷ്ടമുള്ള കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. പയറ് വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പരിപ്പ് വർഗ്ഗങ്ങൾ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില കൂടെ ചേർത്തു. ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് ലേസ്, ചെറിയ പാക്കറ്റ് 5 രൂപയുടെ, ഒത്തിരി ഒന്നും ഇട്ടില്ല, കുറച്ച് മാത്രം. ഇനി കുട്ടികളുടെ ഫേവറേറ്റ് കുർക്കുറയുടെ, അതും ചെറിയ പാക്കറ്റ് 5 രൂപയുടെ പാക്കറ്റ് കൂടി ചേർത്ത്. ഇനി എൻ്റെ കയ്യിൽ ഈ വടപ്പാവിനൊക്കെ ഇടുന്ന സേവ് ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് ഞങ്ങൾ താമസിക്കുന്നിടത്തും അങ്ങനെ കുറവാണ് കിട്ടുന്നത്. ഞാനിത് മുംബൈയിൽ വെച്ച് പോയപ്പം വാങ്ങിച്ചുകൊണ്ട് വന്നു. അതും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതുകൂടി ചേർത്തു. ഇനി ഇതൊന്ന് ഏലക്ക, അതിന് മുമ്പേ നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. ഇത് പാത്രം നിറഞ്ഞു പോയി, ഇളക്കാനൊക്കെ ബുദ്ധിമുട്ടെങ്കിലും നമുക്ക് അതിൽ തന്നെ വെച്ചിട്ട് ഇളക്കിയെടുക്കണം. ഞാൻ അല്പം നാരങ്ങ നീര് കൂടി ചേർത്തെടുത്തു. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ആവശ്യം വേണമെങ്കിൽ ചാട്ട് മസാല ചേർക്കാം. പിന്നെ അതുപോലെ മാംഗോ പൗഡർ ചേർക്കാം. അതൊക്കെ പുളിയാണ്, പക്ഷേ ചാട്ട് മസാല സൂപ്പറാണ് കേട്ടോ. അത് ഞാൻ ചേർത്തിട്ടില്ല. ഞാൻ മിക്കപ്പോഴും ഇതുപോലെ ബേൽ തയ്യാറാക്കുമ്പം ചാട്ട് മസാല ചേർക്കാറുണ്ട്, ഒന്നും ചേർത്തില്ല. അതുപോലെ തന്നെ ബ്ലാക്ക് സോൾട്ട് ചേർക്കാം, അത് ഒഴിവാക്കി. സാധാരണ രീതിയിലാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലവണ്ണം ഇളക്കിയെടുത്തതിന് ശേഷം നമുക്ക് കഴിച്ചാൽ മതി. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, കുട്ടികൾക്ക് കൊടുക്കുക. നമ്മൾ 4 മണിക്കൊക്കെ ചുമ്മാ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാൻ പറ്റിയതാണ്. എരിവിനനുസരിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേരുവകൾ ചേർത്ത് കൊടുത്ത് ഇതുപോലെ തയ്യാറാക്കി കഴിക്കാം. കഴിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കുക, കഴിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഞാൻ എൻ്റെ ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോ ഒക്കെയുമായിട്ടാണ് എൻ്റെ ചാനൽ പോകുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം, നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക. അപ്പോൾ ഇതുപോലെ ചെറിയ വീഡിയോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.